أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه الأجمعين വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിൻ്റെ 32-ാം അധ്യായം സൂറത്തു സജദയുടെ 18 മുതൽ 20 വരെയുള്ള വചനങ്ങളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ വചനങ്ങളെ അംഗീകരിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നവരുടെ സവിശേഷതകളും നീക്കുപോക്കുകളും വിശദീകരിച്ചതിന് ശേഷം പാരത്രിക ലോകത്ത് ഇരു കൂട്ടർക്കും കണ്ടുമുട്ടുന്നതായ അവർ അനുഭവിക്കേണ്ടതായ പര്യവസാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഏതാനും ചില വചനങ്ങളാണ് തുടർന്ന് വരുന്നത്. വചനം 18 പ്രവേശിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, ഫാസിഖായി ജീവിച്ചവനും മുഅ്മിനായി ജീവിച്ചവനും തുല്യമാകുമോ, ഒരുപോലെയാകുമോ? ലാ യസ്തവൂൻ, അവർ തുല്യമല്ല. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ ചരിത്രത്തിലെ ഒരു സംഭവം നമുക്ക് ഇപ്രകാരം വായിക്കാം. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഖുറൈശി നേതാവുമായ പ്രമുഖനായ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്തുമായിട്ടുള്ളൊരു സംസാരം നടക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനോട് ഉഖബ, എൻ്റെ നാവിന് താങ്കളുടെ നാവിനേക്കാൾ വിശാലത ഉണ്ട്, സംസാര വൈഭവമുണ്ട്. എൻ്റെ പല്ലിന് താങ്കളുടെ പല്ലിനേക്കാൾ മൂർച്ചയുണ്ട്. എൻ്റെ കൂട്ടത്തിൽ താങ്കളെക്കാൾ അധികം ആളുകളുണ്ട് എന്ന രീതിയിലൊക്കെ വാക്ക് കസർത്ത് നടത്തുമ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത്, ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിലും നീ ഫാസിഖാണ്, നീ അധർമ്മകാരിയാണ്, തമ്മാടിയാണ് എന്നുള്ള മറുപടിയായിരുന്നു നൽകിയിരുന്നത് എന്നാണ്. എന്തൊക്കെ ഉണ്ടായിട്ടെന്താ, അധർമ്മം ചെയ്യുന്നവനായി പോയില്ലേ എന്നർത്ഥത്തിൽ ഇവിടെ ആ ഒരു വിഷയത്തെ, അല്ലെങ്കിൽ അപ്രകാരം ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ളൊരു സംഭവത്തെ വിശദീകരിച്ച് കാണുന്നുണ്ട്. അപ്പോൾ മുഅ്മിനായി ജീവിക്കുന്ന ഒരാളും ഫാസിഖായി ജീവിക്കുന്ന ഒരാളും അവനെന്തുണ്ടായിട്ടും സമമാവുകയില്ല, രണ്ടും രണ്ട് തന്നെയാണ് എന്നുള്ള ഒരു കാര്യത്തെയാണ് വിശദീകരിക്കുന്നത് എന്നാണ്. ഇനി ഈ വചനത്തിൻ്റെ ആശയത്തിലേക്ക്, ഉള്ളടക്കത്തിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ മനസ്സിലാക്കി ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് പരമാവധി പകർത്തി ജീവിച്ച ഒരാളും അതെല്ലാം പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കണ്ടിട്ടും കാണാത്തവനെ പോലെ മറന്ന് ജീവിച്ച ഒരാളും മരണാനന്തര ജീവിതത്തിൽ സമമാകുമോ എന്ന ചോദ്യമാണ് ആയത്തിൻ്റെ ആദ്യ ഭാഗം കൊണ്ട് അള്ളാഹു പരാമർശിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് വചനത്തിൻ്റെ അവസാനത്തിൽ തന്നെ മറുപടി പറയുന്നു, ലാ യസ്തവൂൻ, അവർ സമമാവുകയില്ല എന്ന് ഉള്ള ഒരു ഉത്തരം കാണാം. ഈ രണ്ട് നിലപാട് സ്വീകരിച്ചവരും മരണം വരെ വ്യത്യസ്ത രീതിയിലും കർമ്മങ്ങളിലുമാണ് ജീവിച്ചത് എങ്കിൽ അവരുടെ മരണം വരെ രണ്ട് രീതിയിലുള്ള ജീവിതമായിരുന്നെങ്കിൽ അവരുടെ മരണവും വ്യത്യസ്ത രീതിയിൽ തന്നെയാവുമെന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖുർആനിൽ ധാരാളം ആയത്തുകൾ ഇരുകൂട്ടരുടെയും, മുഅ്മിനായ ഒരാളുടെയും ഫാസിഖായ ഒരാളുടെയും മരണ സമയത്ത് വിശദീകരിക്കുന്ന രംഗങ്ങൾ, വചനങ്ങൾ കാണാൻ നാം രണ്ട് രീതിയിലായിട്ടാണ് വിശദീകരിക്കുന്നത്. വന്നാസിയാത്തി ഉറഖ, വന്നാശിത്വാത്തി നിഷ്ത എന്നൊക്കെ വിശുദ്ധ ഖുർആന്റെ ഭാഗങ്ങൾ നമ്മളിവിടെ ഓർക്കുക. മാത്രമല്ല, ഇനി ശേഷം അവരുടെ ഖബർ ജീവിതവും അതിനുശേഷമുള്ള വിചാരണയും പരലോകത്തെ പ്രതിഫലങ്ങളുമൊക്കെ ഭിന്നമായി തന്നെയായിരിക്കും, വ്യത്യസ്ത രീതിയിലായിരിക്കും അവർക്ക് അനുഭവിക്കാനുണ്ടാവുക എന്ന യാഥാർത്ഥ്യത്തെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അറിയുന്നവനും അറിയാത്തവനും സമമാകുമോ എന്ന് വിശുദ്ധ ഖുർആൻ, കർമ്മങ്ങൾ ചെയ്തവനും കർമ്മങ്ങൾ ചെയ്യാതെ മാറി നിന്നവനും സമമാകുമോ എന്ന് വിശുദ്ധ ഖുർആൻ, ഇല്ല, ലാ യസ്തവി അസ്ഹാബുന്നാർ, നരകത്തിലേക്ക് പോകുന്നവനും വ അസ്ഹാബുൽ ജന്ന, സ്വർഗവാസിയായി തീരുന്നവനും ഒരിക്കലും സമമാവുകയില്ല, ലാ യസ്തവൂൻ എന്ന് അള്ളാഹു മറ്റു വചനങ്ങളെ കൊണ്ട് ഒന്നുകൂടെ അതിനെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി വചനം 19 വരുമ്പോൾ ജീവിതത്തിൽ സത്യവിശ്വാസം കൊണ്ടും
സൽക്കർമ്മങ്ങൾ കൊണ്ടും മരണത്തെ കണ്ടുമുട്ടിയവന് അവർ ചെയ്തതിൻ്റെ ഫലമായി അഭയസ്ഥാനവും വിരുന്നും ലഭിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സ്വർഗമെന്ന സുന്ദര ലോകത്തേക്ക് ഒരാൾ പ്രവേശിക്കണമെങ്കിൽ വേണ്ടതായ അവന് നിർബന്ധമായി ഉണ്ടാവേണ്ട 2 അടിസ്ഥാന കാര്യങ്ങളെ അള്ളാഹു ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതൊന്ന് ഈമാനാണ്, രണ്ടാമത്തത് അമലു സ്വാലിഹാത്താണ് എന്നുള്ളതാണ്. അമ്മല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത് എന്നുള്ള ആ ഭാഗത്തെ നമ്മൾ പ്രസക്തമായി കാണുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അസ്റിൽ പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാരിൽ എല്ലാവരും നഷ്ടത്തിലാണുള്ളത്, പക്ഷേ ഇല്ലല്ലദീന ആമനു അമിലു സ്വാലിഹാത്ത്. അപ്പം 2 കാര്യങ്ങൾ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത്, പ്രധാനമായ 2 കാര്യങ്ങൾ അള്ളാഹു ആദ്യമേ അവിടെ സൂചിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ 2 അടിസ്ഥാനമായ കാര്യങ്ങളെ ജീവിതത്തിൽ പുലർത്തിയ ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അത് സ്വർഗമാണ്. ആ സ്വർഗത്തിന് ഇവിടെ അജ്ർ, ജസാ എന്നൊക്കെ പറയുന്നതിന് പകരം വിശുദ്ധ ഖുർആനിൽ മറ്റിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിശേഷണം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് മഅ്വ, നുസുൽ എന്ന 2 പദങ്ങളാണ്. അതായത് സ്വർഗീയ സുഖങ്ങളുടെ ആധിക്യവും വിശാലതയും അതോടൊപ്പം തന്നെ അഭയസ്ഥാനവും അവർക്കുണ്ടാകുമെന്നുള്ള ഒരു പരാമർശം. ഇവിടെ സ്വർഗത്തിൽ ഒരാൾ എത്തിയാൽ അയാളെ സംബന്ധിച്ച് പിന്നീട് ഒരു വിഷമവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. മാനസികമായ, ശാരീരികമായ മറ്റേതെങ്കിലും തരത്തിലുള്ള അവനെ ബാധിക്കുന്ന ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സമീപനം കൊണ്ടൊന്നും ആ സ്വർഗീയ ലോകത്ത് അവനെ പ്രയാസപ്പെടുത്തുന്ന ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നതിനാൽ മഅ്വ, അഭയസ്ഥാനം, ഭയപ്പാടില്ലാതെ അഭയമായി അവന് കഴിയാവുന്ന, ഭയമില്ലാതെ കഴിയാവുന്ന ഒരു സ്ഥലമായിട്ട് അള്ളാഹു അതിനെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അനിഷ്ടകാര്യങ്ങളിൽ നിന്ന് അവൻ എല്ലാ നിലക്കുമുള്ള അഭയമാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇഹലോകത്തിന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഒരുപാട് അവനിഷ്ടമില്ലാത്ത അനിഷ്ടകരമായ ഒരുപാട് കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നവനാണ്. അവൻ്റെ ഉപജീവനത്തിൽ, മക്കളുടെ കാര്യത്തിൽ, കുടുംബ വിഷയത്തിൽ, അവൻ്റെ യാത്രയിൽ, രാജ്യവുമായി ബന്ധപ്പെട്ട്, ഭരണവുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ എല്ലാ മേഖലകളിലും അവൻ പേടിച്ച് ജീവിക്കുന്നു. ഇവിടേക്ക് അള്ളാഹുവിനോട് അവൻ അഭയം തേടുകയും ചോദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ സ്വർഗമെന്ന വാസസ്ഥലത്തേക്ക്, ലോകത്തേക്ക് അവൻ എത്തിച്ചേരുമ്പോൾ ഇങ്ങനെയുള്ള ഒന്നും തന്നെ അവനെ ബാധിക്കുകയില്ല എന്നുള്ള ഉറപ്പാണ്. ആ സ്വർഗീയ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. മഅ്വ എന്നൊരു വിശേഷണം അവിടെ ആ സ്വർഗത്തിന് നൽകിക്കൊണ്ട് അള്ളാഹു അടയാളപ്പെടുത്തിയതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ലാ തസ്മഉ ഫിഹാ ലാഗിയ, ഒന്നും അവൻ്റെ കാതുകൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വർത്തമാനവും അവിടെ വെച്ച് അവൻ കേൾക്കുകയില്ല എന്നുള്ളതാണ്. അല്ലദീ അഹ്ലനാ ദാറൽ മഖാമ, അള്ളാഹുവാണ് ഈ സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തിലേക്ക്, ഭവനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. ലാ യമസ്സുനാ ഫിഹാ നസബുൻ, അവിടെ ഒരു നസബും, ഒരു വിഷം, ഒരു ബുദ്ധിമുട്ട് അവിടെ ബാധിക്കുകയില്ല. വല യമസ്സുനാ ഫിഹാ ലഗൂബ്, അവിടെ ഒരു നിലക്കുള്ള ക്ഷീണവും അവരെ ബാധിക്കുകയില്ല എന്ന് അധ്യായം 35 സൂറത്തു ഫാത്തിറിൽ അള്ളാഹു പറയുന്നുണ്ട് എന്നാണ്. ഇനി രണ്ടാമതൊന്ന് ആ സ്വർഗത്തിന് നൽകിയിട്ടുള്ള വിശേഷണം നുസുൽ എന്നുള്ളതാണ്. നസല എന്ന് പറയുമ്പോൾ വന്നിറങ്ങിയത്, അതുപോലെ തന്നെ ആഗതമായത് എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. ഇവിടെ അത് സൽക്കാരം, വിരുന്ന് എന്നൊക്കെയുള്ള ആശയത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിശ്വാസിക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ ഖുർആൻ ആ പ്രതിഫലത്തിന്റെ സവിശേഷത സൂചിപ്പിക്കാനാണ് ഇവിടെ അവന് വിരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ജസാ, അജ്ർ എന്നതിനൊക്കെ പകരം നുസ്ല്, അവന് വിരുന്നാണുള്ളത് എന്ന് പറയാനുള്ള കാരണം ആ നിലക്കുള്ള സവിശേഷതയാണ്. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അവന് ലഭിക്കാൻ പോകുന്ന നന്മകളുടെ, സുഖങ്ങളുടെ, സൗകര്യങ്ങളുടെ ആധിക്യത്തെയാണ്, വിശാലതയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആതിഥേയനായ അള്ളാഹു അതിഥി സൽക്കാരമായിട്ടാണ് അവൻ്റെ സ്വർഗം വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്. അപ്പം അത് അവന് വേണ്ടത് എന്തുണ്ടോ, അല്ല അവന് വേണ്ടൊരു വിഭവത്തെ വേണ്ടതിലധികം നൽകാൻ കഴിയുന്ന, അവൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നതിനേക്കാളേറെ അവനെല്ലാ സുഖങ്ങളും വിഭവങ്ങളും ലഭിക്കുന്ന ഒരു ലോകമാണത് എന്ന് ഈ നുസുല എന്നുള്ള പദപ്രയോഗം കൊണ്ട് ആ സ്വർഗത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവനിരിക്കാനും, അവന് കിടക്കാനും, അവന് കുടിക്കാനും, ഭക്ഷിക്കാനും, ഉല്ലസിക്കാനും, സല്ലപിക്കാനും, വിശ്രമിക്കാനും വേണ്ട അവൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊക്കെ വേണ്ടുവോളം അതിലധികവും ലഭിക്കുമെന്നുള്ള ഒരർത്ഥമാണ്, ഒരു വ്യാഖ്യാനമാണ് കാണുന്നത് എന്നാണ്. നോക്കൂ, നിങ്ങൾ ഭൂമിയിൽ വെച്ച് തന്നെ മനുഷ്യർ കാണിക്കുന്ന അതിഥി സൽക്കാരം അതെങ്ങനെയാണ്? തൻ്റെ അതിഥിയെ വേണ്ടുവോളം അതിലധികമൊക്കെ ഉണ്ണാനും ഊട്ടാനും ഒക്കെ അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് ആ അതിഥിയെ സംബന്ധിച്ച് എത്രത്തോളം സന്തോഷവും ആനന്ദവും ഒക്കെയാണ് ഒരു അതിഥി സൽക്കാരം കഴിയുമ്പോൾ അതിഥിക്കുണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ പ്രപഞ്ചനാഥന്റെ വിരുന്നിലേക്ക് വന്നു ചേർന്ന ഒരാൾക്ക് ലഭിക്കുന്ന ആനന്ദത്തെയും സന്തോഷത്തെയൊക്കെ പറ്റി നമ്മൾ എത്ര ആലോചിച്ചാലും ഒരു പിടുത്തം കിട്ടാത്തത്ര, അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാൻ കഴിയാത്തത്ര അളവിലുള്ളതായിരിക്കും അള്ളാഹുവിൻ്റെ സൽക്കാരം എന്നുള്ള ഒരു സംഗതി ഈ നുസുൽ എന്നുള്ള
പദവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ അത്രേ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാനും വ്യാഖ്യാനിക്കാനൊക്കെ കഴിയുള്ളൂ. കാരണം അത് സ്വർഗീയ സുഖങ്ങളുടെ വിശേഷണമായതുകൊണ്ട് നമ്മുടെ വ്യാഖ്യാനത്തിനൊക്കെ അപ്പുറമാണ് കാര്യങ്ങളുള്ളത് എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇനി വചനം 20 നമ്മൾ വന്നെത്തുമ്പോൾ ഈ വചനത്തിൽ സത്യവിശ്വാസവും സൽക്കർമ്മവും ഒക്കെ കൈവിട്ട ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന പര്യവസാനത്തെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അവർക്ക് അവിടെ അഭയസ്ഥാനമായിട്ട് നരകമാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഫമഅവാഹുമുന്നാർ എന്ന് പറയുന്നു. അപ്പൊ നരകവാസികളെ സംബന്ധിച്ച് അവിടെ എല്ലാ നിലക്കും അവർക്കുള്ള പ്രയാസങ്ങളിൽ നിന്ന്, അവർക്കുള്ള ജീവിതത്തിന്റെ അനിഷ്ടകരമായ സംഗതികളിൽ നിന്ന് ഒരിക്കലും അഭയം കിട്ടുന്ന ഒരു സ്ഥലമേ അല്ല. എന്നിട്ടും അവർക്കുള്ള അഭയസ്ഥാനമാണ് നരകമെന്ന് വിശേഷിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അതൊരു വിപരീതാർത്ഥത്തിൽ പ്രയോഗിച്ചതാണ്. ഒരു പരിഹാസം എന്ന നിലക്ക്, ഒരു നിന്ദ്യത എന്ന നിലക്ക്, നിങ്ങളൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് അഭയം തേടാനുള്ളത് നാരകീയമായ അല്ലെങ്കിൽ തീ കൊണ്ടുള്ള ശിക്ഷകൾ ഒരുക്കിയിട്ടുള്ള ആ നരകം തന്നെയാണ് എന്നുള്ള രീതിയിൽ ഒരു അപമാനത്തിൻ്റെ സ്വരം എന്ന നിലക്ക് കൂടെയാണ് അവിടെ നരകത്തിന് വാ എന്ന് ഒരു പദപ്രയോഗം നടത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ആ വചനത്തിൽ തന്നെ വദൂഖു എന്നുകൂടെ പറയുന്നുണ്ട്. ദൂഖു അദാബന്നാർ, നിങ്ങൾ നരക ശിക്ഷ ആസ്വദിക്കുക എന്നുള്ളത് ശരിക്ക് അറബി ഭാഷയിലെ ദൗഖ് എന്നുള്ള പദക്കെ പറയുമ്പോൾ ഒരു നല്ല കാര്യം, ഒരു നന്മ ആസ്വദിക്കുന്നതിനാണ് ദൗഖ് എന്നൊക്കെ പറയാറുള്ളൂ. പക്ഷെ ഇവിടെ സംബന്ധിച്ച് നരകവാസികൾക്ക് നിങ്ങൾ തിന്മ, അതായത് ശിക്ഷയാവുന്ന നരകത്തെ, തീഗോളത്തെ നിങ്ങൾ ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ അതാ നിലക്കൊരു വിപരീതാർത്ഥത്തിൽ അപമാനകരമായ അല്ലെങ്കിൽ ഒരു പരിഹാസത്തിന്റെ നിന്ദ്യതയുടെ ഒരു പ്രയോഗമായിട്ടാണ്. അതായത് അവരനുഭവിക്കുന്ന നരകത്തെക്കാൾ വലിയ അപമാനമായിട്ട് ആ വാക്ക് അവർക്ക് അനുഭവിക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് ആ നിലക്ക് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് അല്ലെ. അവിടുത്തെ ശിക്ഷയൊക്കെ അപമാനത്തിന്റെ ശിക്ഷകളാണ്. പക്ഷെ ഖുർആൻ പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ ആസ്വദിക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് കാറ്റുണ്ട്, പക്ഷെ ആ കാറ്റിന് നിങ്ങൾക്ക് ഒരു സുഖവും നൽകാൻ കഴിയുന്നില്ല എന്നാണ്. അവിടെ നിങ്ങൾക്ക് വസ്ത്രമുണ്ട്, പക്ഷെ ആ വസ്ത്രം നിങ്ങളുടെ ശരീരത്തെ ഉരുകി ഒലിപ്പിക്കുന്ന, കത്തിച്ച് കളയുന്ന ഒരു അനുഭവമായിരിക്കും എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്കുള്ള ഭക്ഷണവും അവിടെ നിങ്ങൾക്കുള്ള പാനീയമൊക്കെ സത്യനിഷേധികളെ പറ്റിയിട്ട് നരകം പറയുന്നത് നിങ്ങൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ജീവിച്ചതിൻ്റെ, അവർ ചെയ്തു കൂട്ടിയതിൻ്റെ അമലിൻ്റെ ഒക്കെ ഒരു അപമാനമെന്നോണം അവരുടെ താങ്ങാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളെ, നരകശിക്ഷകളൊക്കെ പറ്റി പറയുന്നിടത്ത് ദൂഖു എന്ന് നിങ്ങൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശമൊക്കെ ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇനി ആ വചനത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു സംഗതി, ഇവിടെ ആർക്കാണ് നരകമുള്ളത് എന്ന് വിശദീകരിക്കുമ്പോൾ കാഫിർ എന്നുള്ളൊരു പദപ്രയോഗം നടത്തുന്നതിന് പകരം 2 പദപ്രയോഗങ്ങൾ അല്ലാഹു അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് തുക്കദീബു, നിങ്ങൾ കളവാക്കിയതിൻ്റെ പേരിൽ, നിങ്ങൾ മനഃപൂർവ്വം അത് അറിഞ്ഞിട്ടും നിങ്ങളത് വ്യാജമാക്കി പോയി എന്നുള്ളതാണ്. കെദ്ദബ, കളവാക്ക് എന്ന് പറഞ്ഞ സംഗതി അറിഞ്ഞിട്ട് പിന്നെ അതിനവന് മാറ്റി നിർത്തുന്നതിനാണല്ലോ കെദ്ദബ എന്ന് പറയാം. അപ്പോൾ ആ നിലക്ക്. രണ്ടാമത്തേത് ഫാസിഖ്, നിങ്ങൾ അധർമ്മം ചെയ്തതിനാൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ഒരു വിശേഷണം നരകം കിട്ടാനുള്ള കാരണമായിട്ട് ഈ 2 കാര്യങ്ങളെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാഫിറിന് മാത്രമല്ല നരകമുള്ളത് എന്നുള്ളതാണ്. കാഫിർ നരകത്തിൽ പ്രവേശിക്കുന്നു. പോരാത്തതിന് മുക്മിനായി നിലകൊണ്ട് തന്നെ മതത്തിന്റെ ചിഹ്നങ്ങൾ ഒരാൾ വ്യാജമാക്കുകയും മതത്തിൽ നിന്നുകൊണ്ട് അധർമ്മം, തമ്മാടിത്തരം ചെയ്യുകയും ചെയ്യുന്നവർക്കും അള്ളാഹുവിന്റെ ഈ ഒരു ആസ്വദിക്കേണ്ട ശിക്ഷ, അപമാനത്തിന്റെ ശിക്ഷ ഉണ്ടാവുന്നത് തന്നെയാണ്. അപ്പോൾ നിലക്കുള്ളൊരു പരാമർശമാണ്. അത്രയും ഹീനമായിട്ടുള്ള നരകമായിരിക്കും വിശ്വാസി അല്ലാത്തവനും വിശ്വാസിയായി നിന്നുകൊണ്ട് അധർമ്മം ചെയ്യുന്നവനൊക്കെ ഉണ്ടാവുക എന്നുള്ളത് വിശുദ്ധ ഖുർആനെ സൂചിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു ആശയം നൽകൽ കൂടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഭാഗത്തെ കൂടെ അവിടെ വിശദീകരിക്കാനുള്ളത് നരകവാസികളെ പറ്റി പറഞ്ഞപ്പോൾ കുല്ലമ അറാദു അയ്യഖ്റുജു മിൻഹാ ഉഈദു ഫിഹാ എന്നാണ്. അവർ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമം ഉണ്ടാവുന്നതാണ്. കാരണം അറാദു അയ്യഖ്റുജു, അവർ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ നാരകീയമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനോ എങ്ങനെയെങ്കിലും ശിക്ഷ ലഘൂകരിച്ചു കിട്ടാനോ മാറ്റിക്കിട്ടാനൊക്കെ വേണ്ടി എല്ലാ വഴികളും അവരെ കൊണ്ട് സാധ്യമായ എന്തും അവർ ചെയ്യാൻ അവിടെ റെഡിയാവും. അവർ കരഞ്ഞിട്ടും അവർ അട്ടഹസിച്ചിട്ടും യാചിച്ചിട്ടും കെഞ്ചി പറഞ്ഞിട്ടൊക്കെ പടച്ചോനെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന രീതിയിൽ അവർ പറഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഹും യസ്തരിഖൂന ഫിഹാ, അവിടെ വെച്ചിട്ട് അവർ മുറവിളി കൂട്ടുന്നതാണ്, പടച്ചോനെ ഞങ്ങൾ അവിടെ നിന്ന് അഖ്രിജ്ന, ഞങ്ങളൊന്ന് പുറത്താക്കി തരണേ എന്ന് അവർ പറയുന്ന രംഗമൊക്കെ വിശുദ്ധ ഖുർആനെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്ന അവർക്കുള്ള മറുപടി ഫിഹ, നിങ്ങൾ അതിലേക്ക് തന്നെ മടക്കപ്പെടുക. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷ നിങ്ങൾ ആവർത്തിച്ച് അനുഭവിക്കുക, ആസ്വദിക്കുക എന്നല്ലാതെ
ഈ നരകത്തിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കുന്ന, നിങ്ങൾക്ക് ആശ്വാസം പകരുന്ന, നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന, നിങ്ങൾക്ക് സഹായകമായി വരുന്ന ഒന്നും തന്നെ അവിടെ നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങളത് പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് ഒരൊറ്റ വാക്കുള്ള മറുപടി ഉഈദു ഫിഹ. അത് അവരതിലേക്ക് തന്നെ ആവർത്തിക്കുക, അല്ലെങ്കിൽ ആ വന്നുകൊണ്ടിരിക്കുന്ന ശിക്ഷ അവരുടെ മേലെ പിന്നെയും പിന്നെ അത് ആവർത്തിച്ച് വരിക, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ മടക്കുക എന്ന രീതിയിലൊക്കെ അർത്ഥം വരുന്നൊരു വാക്കാണ് അവിടെ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഏതാനും ചില കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് ഈ 20-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഖുർആൻ പഠിതാവെന്ന നിലയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ കൂടെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പദത്തിൽ അത്രയും ഏറിയ വിശാലത കാഴ്ചപ്പാടുകൾ നൽകിക്കൊണ്ടാണ് ഈ സൂക്തം അല്ലാഹു സംസാരിക്കുന്നത്. പഠിക്കുക, മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ആ മഹത്തായ ആശയത്തിലേക്ക് കടന്നു ചെല്ലാനും അതിനെ കൂടെ കൊണ്ടുനടക്കാനൊക്കെ ഉള്ള ഭാഗ്യം തൗഫീഖ് നൽകി നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.